ഹായ് മക്കളെ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. നമ്മൾ ഓൾറെഡി സം ബേസിക് കൺസെപ്റ്റ് ആൻഡ് റിഡോക്സിന്റെ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി പാർട്ട് 2 റിഡോക്സ് റിയാക്ഷന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയും കൂടെ നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മളെ ഓക്സിഡേഷൻ റിഡക്ഷൻ മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് പല ടൈപ്പിൽ നമുക്ക് ഓക്സിഡേഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്സിജൻ ആഡ് ചെയ്യുന്ന ഓക്സിഡേഷൻ ആണ്, ഇലക്ട്രോണേറ്റ് എലമെന്റ് ആഡ് ചെയ്യുന്ന ഓക്സിഡേഷൻ ആണ്, ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ആണ്, ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ് റിമൂവ് ചെയ്യുന്ന ഓക്സിഡേഷൻ ആണ്, ഇലക്ട്രോണെ ലോസ് ചെയ്താൽ അത് ഓക്സിഡേഷൻ ആണ്, അതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്താൽ ഓക്സിഡേഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം റിവേഴ്സ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് റിഡക്ഷൻ ആയിരിക്കും. ലോസ് ചെയ്തത് ഗെയിൻ ആവും, ഇൻക്രീസ് ചെയ്തത് ഡിക്രീസ് ആവും, അഡീഷൻ നടന്നത് റിമൂവൽ ആവും, റിമൂവൽ നടന്നത് അഡീഷൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഓക്സിഡേഷൻ ആണ് അല്ലെ. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്ന ആളുടെ പേരാണ് ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജന്റ്. ആരാണോ റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് അയാളുടെ പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. അയാൾക്ക് നടക്കുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആയിരിക്കും. ആരാണോ ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്ന അയാളുടെ പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അയാൾക്ക് നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും. ഈ പറയപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണുള്ളത്, അല്ലെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഡെഫിനിഷനും ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സം കൈൻഡ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അതാണ്. സെക്കൻഡ് ടൈപ്പ് ഒരു 2-3-4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട് അല്ലെ. കോമ്പിനേഷൻ, ഡികമ്പോസിഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ, ലൈക്ക് ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെയുണ്ട്. മൂന്നാമത്തത് ബാലൻസിങ് എന്ന് പറയുന്ന ഭാഗം അല്ലെ. അപ്പോ ഇതിൽ ഉൾപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ മാക്സിമം നമ്പർ ഓഫ് മോൾ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി ടേക്കൺ അപ്പ് ബൈ 1 മോൾ ഓഫ് NO3- when it is reduced. അപ്പൊ NO3- അത് റെഡ്യൂസ്ഡ് ആയിട്ട് NH3-ഓ NH2OH-ഓ NO-യോ NO2-ഓ ഇതിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഏതിലാണ് മാക്സിമം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതിലാണോ മാക്സിമം ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡിക്രീസ് ചെയ്യലടാ. ഏതിലാണോ കൂടുതൽ ഇലക്ട്രോൺ ഡിക്രീസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ഇലക്ട്രോൺ എന്താവുന്നുണ്ടാവുക, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റെഡ്യൂസ്ഡ് ആവുന്നുണ്ടാകാം. അപ്പോൾ നമുക്കൊന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ക്വസ്റ്റിന്റെ പ്രൈമറി ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ NO3- അകത്ത് നൈട്രജൻ എന്തിലുള്ള +5 അല്ലെ. അത് NH3 ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നൈട്രജൻ -3 വരുന്നുണ്ടാവുക. കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ 3 +3, അപ്പൊ നൈട്രജൻ -3 വരണം, റൈറ്റ്. യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ഇറ്റ്, റൈറ്റ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം, ഏത് കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്ന് കണക്ട് ചെയ്യാം എന്നുള്ള മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. NH2OH ഹൈഡ്രോക്സിലം എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ OH -1 ആണ്, ഹൈഡ്രജൻ +2 ആണ്. സോ സ്വാഭാവികമായിട്ട് ഇത് +1 ആയിരിക്കും. റെഡി. NO ഇത് +2 ആയിരിക്കും, NO2 ഇത് +4 ആയിരിക്കും. ഓക്കെ ആണ്. അപ്പോൾ +5 നിന്നും -3 റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്, +5 നിന്നും +1 റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്, +5 നിന്ന് +2 റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്, +5 നിന്ന് +4 റെഡ്യൂസ് ആവുന്നുണ്ട്. മാക്സിമം റിഡക്ഷൻ നടക്കുന്നത് സംശയമൊന്നുമില്ല നൈട്രജന്റെ ഏറ്റവും പോസിബിൾ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന +5 നിന്നും ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന -3 വരുന്നതാണ് അല്ലെ. ആണ്. അപ്പോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 8 ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു NO3- ഒരു NH3- ആകുന്ന സമയത്ത് 8 ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മോൾ NO3- ഒരു മോൾ NH3 ആകുന്ന സമയത്ത് 8 മോൾ ഇലക്ട്രോൺസ് റെഡ്യൂസ്ഡ് ആവും. അതായിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഡക്ഷൻ വേണ്ടി ഉപയോഗിച്ചെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എ ഓപ്ഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത് മാക്സിമം നമ്പർ ഓഫ് മോൾ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിലെ മാക്സിമം ഡിഫറൻസ് എടുക്കുക എന്നുള്ള കോൺസെപ്റ്റിലാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് റിയാക്ഷൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ബ്രോമിനും കാർബണേറ്റും വാട്ടറും കൂടി ചേർന്നിട്ട് ബ്രോമൈഡും ബ്രോമേറ്റും ബൈകാർബണേറ്റും ഫോം ചെയ്യുന്നത്. ബൈകാർബണേറ്റ് ആണ് കേട്ടോ, ബൈകാർബണേറ്റും ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ആര് ഓക്സിഡൈസ് ചെയ്തു ആര് റെഡ്യൂസ് ചെയ്തെന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും അല്ലെ. 0-ൽ നിൽക്കുന്ന ബ്രോമിൻ -1 വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിഡക്ഷൻ ആണ്. അപ്പൊ ബ്രോമിൻ റെഡ്യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. കാർബണേറ്റിന് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാര്യമായ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. കാർബണേറ്റ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ കാർബണേറ്റ് ഇപ്പോഴും ഉണ്ട് അല്ലെ. കാർബണേറ്റ് ബൈകാർബണേറ്റ് ആയാലും
ചേഞ്ച് ഒന്നും വരില്ല. കാർബൺ +4 തന്നെയാണ്, ഓക്സിജൻ -2 തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. വാട്ടറിലുള്ള ഹൈഡ്രജൻ +1ലും ഓക്സിജൻ എന്തിലുള്ള -2 ഉള്ളത്. അപ്പുറത്തോട്ട് നോക്കിയാലും ഓക്സിജൻ -2 തന്നെയാണ്, ഹൈഡ്രജൻ നിൽക്കുന്ന +1 തന്നെയാണ്. ബ്രോമിന്റെ മറ്റൊരു ഫോം കൂടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ബ്രോമിൻ എന്തിലേക്ക് വന്നിട്ടുണ്ട്? +5 വന്നിട്ടുണ്ട്. +5 ഫൈൻ. അപ്പൊ ബ്രോമിൻ തന്നെയാണ് എന്ത് സംഭവിച്ചിട്ടുള്ള ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ബ്രോമിൻ ഓക്സൈസ്, ബ്രോമിൻ റെഡ്യൂസ്ഡ് എന്നുള്ള രണ്ടും വരുന്ന രൂപത്തിലുള്ള ഓപ്ഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അല്ലെ. ഡിസ്പ്രപ്പോർഷനേഷൻ എന്താ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയണേ? ഒരേ എലമെന്റ് തന്നെ ഓക്സിഡൈസ് ചെയ്യും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യണം. ഒരു പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന എലമെന്റ് അതിൽ നിന്നും ഇൻക്രീസ് ഓഫ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉണ്ടാവണം, ഡിക്രീസ് ഓഫ് ഓക്സിഡൈസ് സ്റ്റേറ്റ് ഉണ്ടാവണം, ഓക്സിഡേഷൻ നടക്കണം, റിഡക്ഷൻ നടക്കണം. അങ്ങനെ ഒരു റിയാക്ഷൻ ആണിത്. സോ നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഓൾസോ ദ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോസ്ഫറസ് KOH റിയാക്ട് ചെയ്തിട്ട് KH2PO2 പ്ലസ് PS3 എന്ന് പറയുന്ന ആളാണ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, ആർക്ക് ഓക്സിഡേഷൻ ആർക്ക് റിഡക്ഷൻ എന്നാണ്. സോ ഇറ്റ്സ് ക്ലിയർ, ഈസി. ഫോസ്ഫറസ് 0ൽ നിൽക്കുന്ന ഫോസ്ഫറസ് -3 വന്നിട്ടുണ്ട്. സോ റിഡക്ഷൻ നടന്നിട്ടുണ്ട് ഫോസ്ഫറസിന്. 0ൽ നിൽക്കുന്ന ഫോസ്ഫറസ് എന്തിലേക്ക് വന്നിട്ടുണ്ട്? KH2PO2 അല്ലെ. KH2PO2 എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം +1ലാണ്, ഹൈഡ്രജൻ +2ലാണ്, ഓക്സിജൻ -4ലാണ്. സോ ദിസ് വിൽ ബി +1. സോ 0ൽ നിൽക്കുന്ന ആൾ -3ലേക്കും 0ൽ നിൽക്കുന്ന ആൾ +1ലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ട് ആസ് വെൽ ആസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ ഫോസ്ഫറസ് തന്നെയാണ് ഓക്സിഡൈസ് ചെയ്തിട്ടുള്ളത്, ഫോസ്ഫറസ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റെഡി. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ദ കൺവേർഷൻ ഓഫ് ഷുഗർ എന്ന് പറയുന്ന C12H22O11 CO2 ആവുന്ന കൺവേർഷൻ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? അത് ഓക്സിഡേഷൻ അല്ലേ റിഡക്ഷൻ അല്ലേ? ഓക്സിഡേഷനും റിഡക്ഷൻ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഷുഗറിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ 22 എണ്ണം ഉണ്ട്, അത് 22 പോസിറ്റീവ് ചാർജ് കൊടുക്കും. ഓക്സിജൻ 11 എണ്ണം ഉണ്ട്, 11 ഓക്സിജൻ 11 × -2 കൊടുക്കും. അപ്പൊ 12 കാർബണും 0 കൊടുത്താൽ മതി അല്ലേ. അപ്പൊ അല്ലേ ടോട്ടൽ ചാർജ് 0 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 12 കാർബണും ഓഫർ ചെയ്യേണ്ടത് 0 ആണ്. സോ കാർബൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എടുക്കുന്നത് 0 ആണ്. അത് അപ്പുറത്തോട്ടേക്ക് പോകുമ്പോൾ ഓക്സിജൻ -2 തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൽ വരുന്നത്. റെഡി. കാർബൺ എന്തിലാണ് വരുന്നത്? +4. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുക 0ൽ നിൽക്കുന്ന കാർബൺ എന്തിലോട്ടേക്ക് വന്നു എന്നാ പറയാൻ പറ്റുക? +4ലേക്ക് വന്നു എന്നാ പറയാൻ പറ്റുക. സോ വാട്ട് ഹാപ്പൻ മീൻസ് ദാറ്റ് സിംപ്ലി ഓക്സിഡേഷൻ. റെഡി. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുക എന്ന് ക്വസ്റ്റ്യൻ പറയുന്നില്ലെങ്കിൽ പോലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടാലാണ് നമുക്ക് ഇതിന്റെയൊക്കെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റുക, പറയാൻ പറ്റുക. മുന്നോട്ടേക്ക് പോവാം. അടുത്തൊരു കോൺസെപ്റ്റൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് എന്നൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഫോളോയിങ് ബിഹേവ്സ് ആസ് ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്? ആരാണ് ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ്? ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു എലമെന്റ് അയാളുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കും. ഒരു എലമെന്റ് അയാളുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കും. അപ്പൊ അയാൾക്ക് എന്തേ സംഭവിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഓക്സിഡേഷൻ ഒരു ചാൻസ് ഇല്ല. എലമെന്റ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ പിന്നെ അയാൾ ഓക്സിഡൈസ് ചെയ്യില്ല, പിന്നെ അയാൾക്ക് റിഡക്ഷൻ മാത്രമേ നടക്കുള്ളൂ. റിഡക്ഷൻ മാത്രം നടക്കുന്ന വ്യക്തിയുടെ പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഒരു എലമെന്റ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ നോ മോർ ഓക്സിഡേഷൻ, ഓൺലി റിഡക്ഷൻ, ആൻഡ് that will be a good oxidizing agent. അപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താ? ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ എന്തില്ല? നോ ഓക്സിഡേഷൻ ഇല്ല. പിന്നെ അയാൾക്ക് എന്തേ ഉള്ളൂ? അയാൾക്ക് ഓൺലി റിഡക്ഷൻ മാത്രമേ ഉള്ളൂ. റിഡക്ഷൻ മാത്രമുള്ള അയാൾ എന്ന് പറയുന്നത് ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, ഒരു എലമെന്റ് ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ നേരെ തിരിച്ച് ചിന്തിച്ചു നോക്കുക. ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ നോ റിഡക്ഷൻ, ഓൺലി ഓക്സിഡേഷൻ ആൻഡ് ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. ഒരു എലമെന്റ് ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അയാൾക്ക് ഓക്സിഡേഷൻ കാണിക്കാം, റിഡക്ഷൻ കാണിക്കാം. ഹൈയിലാണെങ്കിൽ നോ മോർ ഓക്സിഡേഷൻ, ഓൺലി റിഡക്ഷൻ, ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ലോയിലാണെങ്കിൽ നോ മോർ റിഡക്ഷൻ, ഓൺലി ഓക്സിഡേഷൻ, ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ ബോത്ത് ചാൻസ് ആർ ദർ. ഓക്സിഡേഷൻ നടക്കാം, റിഡക്ഷൻ നടക്കാം. സോ ദാറ്റ് ക്യാൻ ആക്ട് ലൈക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജന്റ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നതിന്റെ അകത്ത് സൾഫർ നിൽക്കുന്ന എന്തിലാണ്? +6ലാണ്. SO2 എന്ന് പറയുന്നതിന്റെ അകത്ത് സൾഫർ നിൽക്കുന്നത് +4ലാണ്. H2S എന്ന് പറയുന്നതിന്റെ അകത്ത് സൾഫർ നിൽക്കുന്നത് -2ലാണ്. സൾഫർ ഇസ് എ 16th ഗ്രൂപ്പ് എലമെന്റ്, റൈറ്റ്? സൾഫർ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ്? 16th ഗ്രൂപ്പിലുള്ള എലമെന്റ്. 16th ഗ്രൂപ്പിലുള്ള ഒരു എലമെന്റ്
അതിന്റെ ഏറ്റവും ലോവർ ഓക്സിഡൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഏറ്റവും മാക്സിമം പോസിബിൾ ഹപ്പർ ഓക്സിഡൈൻ സ്റ്റേറ്റ്, ഹയർ ഓക്സിഡൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആയിരിക്കും. അപ്പോൾ -2 നിൽക്കുന്ന ഒരാൾ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാം ഇത് റെഡ്യൂസിങ് ഏജന്റ് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഹൈയിലാണ് നിൽക്കുന്നത്, അപ്പോൾ എനിക്ക് പറയാം ദിസ് വിൽ ബി ഓൾവേസ് എ ഓക്സിഡൈസിങ് ഏജന്റ്. +4 നിൽക്കുന്ന SO2 രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. -2 റെഡ്യൂസ് ആവാനും +6 ഓക്സിഡൈസ് ചെയ്യാനും പറ്റും. സോ ഇറ്റ് ക്യാൻ ആക്ട് ലൈക്ക് ബോത്ത് ഓക്സിഡൈസിങ് ഏജന്റ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജന്റ്. സോ ഐ വിൽ പ്രിഫർ ദ ബി ഓപ്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ HNO3 മീൻസ്? HNO3 എന്ന് പറയുന്ന ആള് അയാളുടെ നൈട്രജൻ +5 ലാണുള്ളത്. നൈട്രജൻ ഇസ് 15th ഗ്രൂപ്പ് എലമെന്റ്, +5 ഇസ് അപ്പർ ഓക്സിഡൈസിങ്, highest oxidation state, upper limit ആണ്. So that will act like oxidizing agent only. Okay. അപ്പോൾ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ആരെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാത്രം പറ്റുക, ആരെയാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് മാത്രം പറ്റുക, ആർക്കാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർട്ടിയും പറ്റുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. സിമിലർ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ആ കൺസെപ്റ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, HNO2 ആക്ട് ലൈക്ക് ബോത്ത് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. അത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HNO2 എന്ന് പറയുന്നതിൻ്റെ അകത്ത് നൈട്രജൻ എന്തിലാണ് നിൽക്കുന്നത്? +3 അല്ലെ? +3 നിൽക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓക്സിഡൈസ് സ്റ്റേറ്റ്. കാൽക്കുലേറ്റ് ചെയ്ത നൈട്രജൻ +3 നിൽക്കുന്നത്. ഹൈഡ്രജന് +1 ഓക്സിജന് -4, രണ്ട് ഓക്സിജന് -4 നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ നൈട്രജൻ ആസ് വാട്ട്? +3. ആ +3 എന്ന് പറയുന്നത് നൈട്രജന്റെ ലോവർ ലിമിറ്റ് -3 അപ്പർ ലിമിറ്റ് എന്താണ്? +5 ആണ്. ഓക്കെ. ഏറ്റവും കുറഞ്ഞ ഓക്സിഡൈൻ സ്റ്റേറ്റ് നൈട്രജന് -3 വരെ കാണിക്കാം. 15th ഗ്രൂപ്പ് അല്ലേ? ഏറ്റവും കൂടിയ ഓക്സിഡൈൻ സ്റ്റേറ്റ് +5 വരെ കാണിക്കാം. അപ്പോൾ ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ആക്ട് ലൈക്ക് ബോത്ത് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. അന്ന് അതേസമയം നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോലെ +5 HNO3 നൈട്രജൻ നിൽക്കുന്നെങ്കിൽ +5 നിൽക്കുന്ന HNO3 നൈട്രജൻ എന്ന് പറയുന്നത് ഹയർ ഓക്സിഡൈൻ സ്റ്റേറ്റിൽ ആക്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഓൾവേസ് ലൈക്ക് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ഓർ സിംപ്ലി ഓക്സിഡന്റ്. അപ്പൊ എന്തുകൊണ്ടാണ് HNO3 ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? എന്നാൽ HNO2 ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, എന്നാൽ HNO3 അങ്ങനെ ആക്ട് ചെയ്യാത്തത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാത്രം ആക്ട് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ നിങ്ങൾ പറയേണ്ടത് HNO3 ഹയർ ഓക്സിഡൈൻ സ്റ്റേറ്റിൽ നിൽക്കുക, അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല, ഓൺലി ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാക്സിമം ആയതുകൊണ്ടാണ് എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറയുന്നത്. ഓക്കെ. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ബെറ്റർ. മുന്നോട്ടേക്ക് പോവാം. നമ്മൾ നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അത് കാൽക്കുലേറ്റ് ചെയ്ത് അതുമായി റിലേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓക്സിഡേഷൻ ആർക്ക്, റിഡക്ഷൻ ആർക്ക്, അവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് സംഭവിച്ചു, ഓക്സിഡൈസിങ് ആൻഡ് ആർ, റെഡ്യൂസിങ് ആൻഡ് ആർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഓക്സിഡൈൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് എക്സെപ്ഷണൽ ഓക്സിഡൈൻ സ്റ്റേറ്റ് കാണാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണിത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് വിച്ച് ക്യാൻ ഷോ ദ എക്സെപ്ഷണൽ ഓക്സിഡൈൻ സ്റ്റേറ്റ്. ഓക്കെ. ഈ മോളിക്യൂളിന്റെ പേര് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് ആണ്. ഇത് നിങ്ങൾ നോർമൽ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൾഫർ +7 ആയിട്ട്, പക്ഷെ സൾഫർ +7 പോയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ സൾഫർ +6 ആണ് അതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോ ഇതിന്റെ അകത്ത് പെറോക്സൈഡ് ലിങ്കേജ് ഉണ്ടെന്നും അത് ഒക്കെ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൾഫറിന്റെ ഓക്സിഡൈൻ സ്റ്റേറ്റ് എത്ര കിട്ടും? +6 കിട്ടും. ഓക്കെ. നിങ്ങളത് പഠിച്ച സമയത്ത്, നിങ്ങൾ ക്ലാസ് എല്ലാവരും പഠിപ്പിച്ചു തന്ന സമയത്ത് എന്തായാലും എക്സെപ്ഷണൽ ഓക്സിഡൈൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന മോളിക്യൂളൊക്കെ കാണിച്ചെന്നുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഓക്സിഡൈൻ സ്റ്റേറ്റ് എന്താ വരുന്നത്? +6 ആയിരിക്കും. ഓക്കെ. പെറോക്സൈഡ് ലിങ്കേജ് ഉള്ളതുകൊണ്ടാണ്. നോർമലി കാൽക്കുലേറ്റ് ചെയ്താൽ +1 വരും, പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. അതിൽ പെറോക്സൈഡ് ലിങ്കേജ് ഉള്ളതുകൊണ്ട് അത് +6 മാറുകയാണ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദ കാർബൺ ഓഫ് C6H5CHO. അപ്പോൾ ഇതിന്റെ അകത്തുള്ള എല്ലാ കാർബണിന്റെയും കൂടെ ഓക്സിഡൈൻ സ്റ്റേറ്റിന്റെ സം എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഒന്നും കൂടെ ഒന്ന് വൃത്തിയിലേക്ക് എഴുതാൻ പോവാ. C7H6O എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ 7 കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും 6 ഹൈഡ്രജന്റെ +6ഉം ഒരു ഓക്സിജന്റെ -2 കൂടെ കൂട്ടിയ 0. അപ്പോൾ 7 കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് -4. ഓക്കെ. അപ്പോൾ 7 കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് -4. അപ്പോൾ എല്ലാ കാർബണിന്റെയും കൂടെ ഓക്സിഡൈൻ സ്റ്റേറ്റ് സം എത്ര വരികയെന്ന് ചോദിച്ചത്. എത്ര കാർബൺ ഉണ്ട്? ആക്ച്വലി 7. അപ്പൊ അതിന്റെ എല്ലാറ്റിനും കൂടെ സം എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ -4. ജസ്റ്റ് എ നോർമൽ ക്വസ്റ്റ്യൻ. ഓക്കെ. മുന്നോട്ടേക്ക് പോവാം. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫോസ്ഫറസ് ഇൻ BaH2PO2 ട്വൈസ്. ഓക്കെ. BaH2PO2 ട്വൈസ്. അപ്പൊ ഇതിന്റെ ഓക്സിഡൈൻ സ്റ്റേറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ഫോസ്ഫറസിനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബ്രാക്കറ്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് BaH4P2O4 എന്നായി അല്ലേ. അപ്പൊ ഇതില് ഫോസ്ഫറസിന്റെ ഓക്സിഡൻ സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരുടെ ഓക്സിഡൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയണം. ബേരിയം എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് +2 ആയിരിക്കും. 4 ഹൈഡ്രജൻ +4 ആയിരിക്കും.
2 ഫോഴ്സ് പ്രസന്റ് ഓക്സിജൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 4 ഓക്സിജൻ -8 ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയ 0 ആയിരിക്കും. സോ 2p എന്ന് പറയുന്നത് -8 അങ്ങോട്ട് പോയി +8 ആയി, ഇത് അങ്ങോട്ടേക്ക് പോയി +6 ആയി, -6 ആയി. സോ +8 -6 കുറച്ചാൽ +2 ആയി. ഓക്കെ, +2 ആയി. കറക്റ്റ് അല്ലേ? അപ്പോൾ ഫോസ്ഫറസ് എന്ന് പറയുന്നത് +1 ആയിരിക്കും. റെഡിയാണ്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് +1 ആയിരിക്കും. നോവൽ ക്വസ്റ്റ്യൻ. അപ്പൊ എക്സെപ്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു, H2S2O8 അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബ്ലീച്ചിങ് പൗഡറിന്റെ അകത്തുള്ള CaOCl2 എന്ന് പറയുന്ന മോളിക്യൂൾ. നിങ്ങൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ക്ലോറിനും 0 എന്ന് കിട്ടും. പക്ഷെ അത് തെറ്റാ. ഇതിന്റെ അകത്തുള്ള ഒരു ക്ലോറിൻ -1ഉം അടുത്ത ക്ലോറിൻ എന്തിലാ വരുന്നത്? +1 വരുന്നത്. പക്ഷെ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പൊ നോർമൽ മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതും, എന്നാൽ റിയലി അവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓക്സിജൻ സ്റ്റേറ്റും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള മോളിക്യൂൾസിനാണ് നമ്മൾ എക്സെപ്ഷണൽ ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ള മോളിക്യൂൾസ് നമ്മൾ എന്ത് ചെയ്യാറ്, പറയാറ്. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചർച്ച ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എക്സെപ്ഷണൽ ഓക്സിജൻ സ്റ്റേറ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ആദ്യമായിട്ട് എക്സെപ്ഷണൽ ഓക്സിജൻ സ്റ്റേറ്റ് വരുന്ന ഒരാളാണ് H2SO5, H2S2O8, അതുപോലെ Na2S2O3, അതുപോലെ Na2S4O6. ഇതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട എക്സെപ്ഷണൽ ഓക്സിജൻ സ്റ്റേറ്റിന്റെ മോളിക്യൂൾ ആണ്. ഓക്കെ, അതുപോലെ Mn3O4, Fe3O4, Pb3O4, like that. നെക്സ്റ്റ് വൺ നമുക്ക് കൊടുക്കാൻ പറ്റുക CaOCl2, ഓക്കെ, CrO5. അങ്ങനെ അനേകം മോളിക്യൂൾസ് ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഉള്ള കുറച്ച് മോളിക്യൂൾസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓക്സിജൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ H2S2O5 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +8 അങ്ങാണ്ട് കിട്ടും. പക്ഷേ ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. എക്സെപ്ഷണൽ, ഇതൊക്കെ എക്സെപ്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചോദിക്കുന്ന മോളിക്യൂളാണ്. ഓക്കെ, H2S2O8 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു +7 ആയിട്ട്, പക്ഷേ ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. Na2S2O3 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ +2 ആണ് ആവറേജ് ആയിട്ട് കിട്ടുക, +2 ആവറേജ് ആയിട്ട് കിട്ടും. ബട്ട് ദ റിയൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് സിംപ്ലി -2 and +6, -2 and +6. ഓക്കെ, Na2S4O6 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ആയിട്ട് 2.5 ആണ് കിട്ടുക. പക്ഷേ റിയൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5, 0, +5 അങ്ങനെ 4 സൾഫറുകളാണുള്ളത്. Mn3O4 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +8/3 അങ്ങാണ്ടാ കിട്ടുക. പക്ഷേ 3 മാംഗനീസ് നിൽക്കുന്നത് ഒന്ന് +2, ഒന്ന് +3, ഒന്ന് +3 എന്നുള്ള രൂപത്തിലാണ്. Fe3O4 സെയിം സ്റ്റൈലാണ്, +8/3 കിട്ടും. പക്ഷെ നിൽക്കുന്നത് +2, +3 എന്നുള്ള രൂപത്തിലാണ്. Pb3O4 നിങ്ങൾക്ക് +8 ആയി കിട്ടുക. പക്ഷെ നിൽക്കുന്നത് +4, +2, +4 എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, CaOCl2 നിങ്ങൾക്ക് 0 ആണ് കിട്ടുക. പക്ഷെ നിൽക്കുന്നത് -1, +1 എന്നുള്ള രൂപത്തിലാണ്. CrO5 നിങ്ങൾ +10 കിട്ടുക. പക്ഷെ നിൽക്കുന്നത് +6 ഓക്കെ, ഇനിയും കുറച്ചുകൂടെ മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I3- ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം. I3- നിങ്ങൾ -1/3 ആണ് നിങ്ങൾക്ക് ആവറേജ് കിട്ടുക. പക്ഷെ -1, +1, -1, 0 എന്നായിരിക്കും അതിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് വരിക. -1, 0. ഓക്കെ, അതുപോലെ അസൈഡ് അയോൺ ഉണ്ട് N3-. അപ്പോൾ ഇതിന്റെ ആവറേജ് നിങ്ങൾക്ക് -1/3 കിട്ടുക. ബട്ട് ആക്ച്വൽ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1, -1, +1 എന്നാണ് വരും. +1, -1, +1. ഓക്കെ, സോറി, +1, -1, -1. ഓക്കെ, ഇനി മറ്റൊരാളെ പറയുകയാണെങ്കിൽ കാർബൺ സബോക്സൈഡ് എന്ന് പറയുന്ന ആളുണ്ട്, C3O2. നിങ്ങൾക്ക് 3 കാർബൺ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ +4/3 വരിക. 3 കാർബൺ നോക്കുകയാണെങ്കിൽ +2, 0, +2 എന്നുള്ള രൂപത്തിലാണ് വരിക. ട്രൈബ്രോമോ ഒക്ടോക്സൈഡ് എന്ന് പറയുന്ന ആളുണ്ട്, Br3O8. ഓക്കെ, അത് എല്ലാം കൂടെ 16/3 ആണ് വരിക. പക്ഷേ റിയൽ ഓക്സിജൻ സ്റ്റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് വോട്ട് +6, +4, +6 ഈ രൂപത്തിലായിരിക്കും. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എക്സെപ്ഷണൽ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്ന മോളിക്യൂൾസ് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പോൾ ഈ എക്സെപ്ഷണൽ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്ന മോളിക്യൂൾസിന്റെ റിയൽ ഓക്സിജൻ സ്റ്റേറ്റ് അത് നോർമൽ മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റിയൽ ഓക്സിജൻ സ്റ്റേറ്റ് അല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓക്സിജൻ സ്റ്റേറ്റ് നമുക്ക് നോർമൽ ഓക്സിജൻ സ്റ്റേറ്റ് ഉപയോഗിച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ റിയൽ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ്ലി ഒരു തവണയെങ്കിലും കണ്ട പരിചയം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു രീതിയിൽ അതിനെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇനി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു ദ ബാലൻസിങ്. ഓക്കെ, പ്രൊഡക്റ്റ് പ്രിഡിക്ഷൻ.
പ്രൊഡക്റ്റ് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന ആള്, ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിലാണ് റെഡ്യൂസ്ഡ് ആവുക, അസിഡിക് മീഡിയത്തിൽ റെഡ്യൂസ് ആയ CR3+ ആയിട്ട് മാറും. പെർമാംഗനേറ്റ് എന്ന് പറയുന്ന ആള് അസിഡിക് മീഡിയത്തിലും ആൽക്കലൈൻ മീഡിയത്തിലും ഒക്കെ എന്തായി മാറും, റെഡ്യൂസ്ഡ് ആവും. അസിഡിക് മീഡിയത്തിൽ റെഡ്യൂസ് ആയ Mn2+ ആയിട്ട് മാറും. ആൽക്കലൈൻ മീഡിയത്തിലാണ് റെഡ്യൂസ് ആവുന്നെങ്കിൽ അയാൾ MnO2 ആയിട്ടായിരിക്കും മാറുന്നുണ്ടാവുക. ഓക്കെ, അയഡൈഡ് എന്ന് പറയുന്ന ആള് ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്യുന്നത് അസിഡിക് മീഡിയത്തിലാണെങ്കിൽ I2 ആയിട്ട് മാറും. ആൽക്കലൈൻ മീഡിയത്തിലാണ് ഓക്സിഡൈസ് ചെയ്യുന്നതെങ്കിൽ അയാൾ IO3- ആയിട്ട് മാറും. IO3- ആയിട്ട് മാറും. ഓക്കെ, സിമിലർലി കുറച്ചും കൂടെ പ്രൊഡക്ട്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ആൾക്ക് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അയാൾ ഓക്സിഡൈസിംഗ് ഏജന്റ് ആകുന്ന സമയത്ത് അസിഡിക് മീഡിയം ആണെങ്കിൽ H2 ആയിരിക്കും, ബേസിക് മീഡിയം ആണെങ്കിൽ OH- ആയിരിക്കും. ഓക്കെ, അയാൾ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ ഓക്സിജൻ ആയിട്ട് മാറും. ഇനി ഓക്സലേറ്റ് C2O4 2- അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് H2C2O4, ഇയാൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് ഓക്സിഡേഷൻ വിധേയമാകാൻ പറ്റും. ഓക്സിഡേഷൻ വിധേയമായി കഴിഞ്ഞാൽ അയാൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. റെഡി? സിമിലർലി ഇനി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈക്രോമേറ്റ്, ക്രോമേറ്റ്, അയഡൈഡ് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാലൻസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The oxidation state of the chromium in the final product formed by the reaction between Ki and acidified potassium dichromate. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ആരാ? K2Cr2O7 ആണ്. K2Cr2O7. ഇതിൻ്റെ അകത്ത് ക്രോമിയം ഏത് ഓക്സിഡൈസ് സ്റ്റേറ്റിലുള്ള മക്കളെ? +6 അപ്പൊ ഇതും KI ഒക്കെ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നമുക്ക് പറയാൻ പറ്റും. ഞാനിപ്പോൾ ഒന്നിന് കാണിക്കാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നതിന്റെ അകത്ത് ഡൈക്രോമേറ്റ് ആണ് Cr2O7 2-. ഓക്കെ, KI എന്ന് പറയുന്നതിന്റെ അകത്ത് I- റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡൈക്രോമേറ്റ് ഓൾവേസ് ആസിഡിക് മീഡിയത്തിൽ എന്തായിട്ടും മാറും, +3 CR3+ ആയിട്ട് മാറും. എന്നാൽ അയഡൈഡ് അസിഡിക് മീഡിയത്തിൽ ഞങ്ങളോട് പറഞ്ഞു I2 ആയിട്ട് മാറും. നമുക്ക് റിയാക്ഷൻ വരെ എഴുതാൻ പറ്റും. നമുക്ക് പ്രൊഡക്റ്റ് ഓരോ മീഡിയത്തിലും ഓരോരുത്തരും എന്താണ് തരുന്നതെന്ന് അറിയാമെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് ആണ് എഴുതിയിട്ടുള്ളത്. എന്നോട് ചോദിച്ചത് ഇപ്പോൾ ബാലൻസ് ചെയ്യണമെന്നും ചോദിച്ചിട്ടില്ല. ഡൈക്രോമേറ്റ് എൻ പ്രൊഡക്റ്റ് ആകുന്ന സമയത്ത് ക്രോമിയത്തിൽ നിൽക്കുന്ന ഓക്സിഡൈൻ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ്. ക്രോമിയം നിൽക്കുന്ന ഓക്സിഡൈൻ സ്റ്റേറ്റ് +3 ആയിരിക്കും. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. ഇതൊരു ഹാഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്, പാർഷ്യൽ റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇതിൻ്റെ അകത്ത് എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ, ഓക്കെ, ഇലക്ട്രോണിന്റെ വാല്യൂ. അപ്പോൾ ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ അല്ലേ? ഇത് റെഡ്യൂസ്ഡ് ആയിട്ട് എന്തായിട്ട് മാറുക ചെയ്തിട്ടുള്ള മക്കളെ? Mn2++ 4H2 എന്നാണല്ലോ അല്ലേ? ഇത് റെഡ്യൂസ്ഡ് ആയിട്ട് എന്തായിട്ട് മാറുക ചെയ്തിട്ടുള്ളത്? MnO4- Mn2+ ആയിട്ട് മാറുക ചെയ്തിട്ടുള്ളത്. MnO4- Mn2+ ആകുന്ന സമയത്ത് +7 Mn +2 ആകുന്ന സമയത്ത് എത്ര ഇലക്ട്രോണിയാണ് ഗെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇലക്ട്രോണിയാണ് ഗെയിൻ ചെയ്തത്. ആ 5 ഇലക്ട്രോൺ ആണ് നമ്മൾ ഹാഫിന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്, ഗെയിൻഡ് എന്നുള്ള രൂപത്തിൽ. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ എക്സ് ഇലക്ട്രോൺ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് 5. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, എന്ത് ഡൈക്രോമേറ്റ് എന്തായിട്ട് മാറുന്നു? SN2+ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എത്ര മോൾ ഡൈക്രോമേറ്റ് ആണ് 1 മോൾ SN2+ വേണ്ടതെന്നുള്ളത്. അപ്പൊ ബാലൻസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ 1-2 ആളുകളെയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ Fe3+ ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും? Fe2+ ആയിട്ട് മാറും. ഓക്സിഡേഷൻ ആണ് നടക്കുന്നെങ്കിൽ Fe2+ റിഡക്ഷൻ, സോറി, Fe3+ റിഡക്ഷൻ ആണ് നടക്കുന്നെങ്കിൽ Fe2+ ആയിട്ട് മാറും. Fe2+ ഓക്സിഡേഷൻ ആണ് നടക്കുന്നെങ്കിൽ ആരാ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ് നടക്കുന്നെങ്കിൽ അത് Fe3+ ആയിട്ട് മാറും. Fe3+ ആയിട്ട് മാറും. ഓക്കെ, സിമിലർലി ഈ SN2+ ഓക്സിഡേഷൻ ആണ് നടക്കുന്നെങ്കിൽ അത് SN4+ ആയിട്ട് മാറും. SN4+ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ റിഡക്ഷൻ നടക്കുന്നു തോന്നുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? SN2+ ആയിട്ട് മാറും. ഇതൊക്കെ പ്രൊഡക്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിലൊക്കെ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുക. പ്ലസ് ബാലൻസിങ് എങ്ങനെയെന്ന് കൂടെ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ how many mole of dichromate can be reduced to 1 mole of SN2+ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ റിയാക്ഷൻ ഒന്ന് എഴുതാൻ പോവാണ്. ഡൈക്രോമേറ്റും +SN2+ റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്ന്. ഓക്കെ, ഡൈക്രോമേറ്റ് നമ്മൾ പറഞ്ഞു അസിഡിക് മീഡിയത്തിലാണ് റിയാക്ട് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ദിസ് റിയാക്ഷൻ വിൽ ബി ഇൻ അസിഡിക് മീഡിയം ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ദ ഡൈക്രോമേറ്റ്. ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിലാണ് റിയാക്ട് ചെയ്യുക. അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് Cr3+ ആയിട്ട് മാറും. SN2+ ഉണ്ടെങ്കിൽ അത് ഇനി SN ആയി മാറില്ല. SN2+ ഡൈക്രോമേറ്റിന് റിഡക്ഷൻ നടന്ന് +3 വരുന്ന സമയത്ത്, +6 ഡൈക്രോമേറ്റ് +3 വരുന്ന സമയത്ത് +2 ടിന് ഡെഫിനറ്റ്ലി ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തിലേക്ക് പോകണം? +4 പോകണം. ഇങ്ങനെ ഒരു സ്കെൽട്ടൺ റിയാക്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്സിഡൈൻ സ്റ്റേറ്റ് നോക്കണം. +6
ക്രോമിയം ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ +3 ലെഫ്റ്റ് സൈഡിൽ SN2+2+ലാണ്, 4+4 നിൽക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയി ക്രോമിയത്തിനാണ് റിഡക്ഷൻ, ടിന്നിനാണ് എന്ത് ഓക്സിഡേഷൻ. ഓക്കെ, ക്രോമിയത്തിന് റിഡക്ഷൻ ആണ്, ടിന്നിന് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ റിഡക്ഷൻ വിധേയമാവുന്ന ക്രോമിയം ലെഫ്റ്റ് സൈഡിൽ 2 ആണെങ്കിൽ റൈറ്റ് സൈഡിലും 2 ആവണം. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുന്ന പ്രൊസീജിയർ അറിയാമെന്ന് വിചാരിക്കുന്നു. ആർക്കാണ് ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ എന്ന് കാണണം, അവിടെ നമ്പർ സെയിം ആക്കണം. അപ്പോൾ ക്രോമിയത്തിനാണ് റിഡക്ഷൻ, ടിന്നിനാണ് ഓക്സിഡേഷൻ എന്ന് മനസ്സിലാക്കി അവിടെ നമ്പർ സെയിം ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്രോമിയം 2 ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിൽ 2 ക്രോമിയം ഞാൻ പ്ലേസ് ചെയ്തു. ടിന്നി ലെഫ്റ്റ് സൈഡിൽ 1 റൈറ്റ് സൈഡിൽ ഓൾറെഡി 1 സോ അത് മതി. ഇനി അവർ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എത്ര ഇലക്ട്രോണെ വാങ്ങിച്ചു എന്ന് കാണണം. ക്രോമിയം റിഡക്ഷൻ ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ക്രോമിയം ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുക ചെയ്തിട്ടുള്ളത്. +6 നിന്നും +3 പോകുന്നുണ്ടെങ്കിൽ 3 ഇലക്ട്രോണെയാണ് ഒരു ക്രോമിയം ഗെയിൻ ചെയ്യുക. പക്ഷെ അങ്ങനെയുള്ള 2 ക്രോമിയം ഉള്ളതുകൊണ്ട് ടോട്ടൽ ഇലക്ട്രോൺ ഗെയിൻ എന്ന് പറയുന്നത് 6 ആയിരിക്കും. +2 നിന്നും +4 പോകുന്ന സമയത്ത് ലോസ് ചെയ്യുന്നത് അല്ലെ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലോസ് ആണ്. ഒരു ടിന്നിൽ ലോസ് ചെയ്യുന്നത് 2 ഇലക്ട്രോണിനെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടിന്നിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ 2 ഇലക്ട്രോൺ ആണ് ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യുകയും 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ് നടക്കൂല. 6 ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ലോസ് ചെയ്യണം. അപ്പോൾ 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത ടിന്നിനെ കൊണ്ട് നമ്മൾ മൂന്ന് അങ്ങനത്തെ ടിന്നും കൂടെ എടുത്ത് അതിനെ കൊണ്ട് 6 ഇലക്ട്രോൺ ലോസ് ചെയ്യിപ്പിക്കണം. സോ ടിന്നിന്റെ ഹാഫിന് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഇസ് എ ബാലൻസ്ഡ് റിയാക്ഷൻ. ഓക്കെ, പാർഷ്യലി ബാലൻസ്ഡ് ആണ്. പക്ഷേ ഇത്രയും ബാലൻസ് ചെയ്താൽ മതി. മീഡിയം നോക്കിയിട്ട് അസിഡിക് ആണോ ബേസിക് ആണോ നോക്കി ബാലൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളോട് ചോദിച്ചത് ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും ടിന്നിന്റെയും കോഎഫിഷ്യന്റുമായിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ ഹൗ മെനി മോൾ ഓഫ് ഡൈക്രോമേറ്റ് ക്യാൻ ബി റെഡ്യൂസ് ഫോർ ദ 1 മോൾ ഓഫ് SN2+ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്ലിയർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈക്രോമേറ്റിന് 3 മോൾ എന്ത് വേണം, അല്ലെങ്കിൽ ഒരു ഡൈക്രോമേറ്റിന് 3 SN2+ വേണം. ഒരു ഡൈക്രോമേറ്റിന് 3 SN2+ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഡൈക്രോമേറ്റിന് 3 മോൾ SN2+ വേണം എന്നാണ് അർത്ഥം. പക്ഷെ നമ്മളോട് 3 മോൾ SN2+ അല്ല ചോദിച്ചേ, 1 മോൾ SN2+നാണ് ചോദിച്ചേ. അപ്പോൾ 1 മോൾ SN2+ എത്രയാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 മോൾ എന്തായിരിക്കും, ഡൈക്രോമേറ്റ് ആയിരിക്കും എന്നുള്ള രൂപത്തിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനെ ബാലൻസ് ചെയ്തു, ഞാൻ അതിന്റെ കോഎഫിഷ്യന്റ് കണക്ട് ചെയ്തു, ആൻസർ കിട്ടി. ബാലൻസ് ചെയ്തതിന് മുമ്പ് ഞാൻ റിയാക്ഷൻ എഴുതി. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തറിയണമായിരുന്നു, ഓരോ ആളുകളും ഓരോ മീഡിയത്തിൽ അല്ലെങ്കിൽ ഓരോ കണ്ടീഷനിൽ എന്ത് പ്രൊഡക്റ്റ് ആകുമായിരുന്നു എന്നറിയണം. ഞാൻ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ടേക്ക് പോവാം. അടുത്തത് എന്താ പറയണേ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെർമാംഗനേറ്റും ഹൈഡ്രജൻ പെറോക്സൈഡും അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുന്നു. ആരാ? പെർമാംഗനേറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് മീഡിയത്തില? അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ Z എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. Z എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. പ്ലസ് ഓക്സിജൻ ഉണ്ടാവുന്നു. ഫൈൻ. നമ്മളോട് Z ആരായിരിക്കും എന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ അസിഡിക് മീഡിയം ആണെന്നും പെർമാംഗനേറ്റ് റെഡ്യൂസ് ചെയ്യാമെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിൽ റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ Mn2+ ആയിരിക്കും ഉണ്ടാവുക. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ A ഓപ്ഷൻ വിൽ ബി മോർ Mn2+. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. വൺസ് അഗൈൻ ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ദ വാട്ട് കോഎഫിഷ്യന്റ്. റിയാക്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊന്ന് ബാലൻസ് ചെയ്ത് എടുക്കണം. നമ്മൾ ബാലൻസ് ചെയ്ത് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മെയിൻ ആളുകൾ മാത്രം മതി. H+ വാട്ടറോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ തൽക്കാലം ഫോർ ദ ടൈം ബീയിങ് ഞാൻ ആരെടുക്കുന്നില്ല, H+ എടുക്കുന്നില്ല, വാട്ടർ എടുക്കുന്നില്ല, മെയിൻ ആളുകളെ മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. പെർമാംഗനേറ്റ് Mn2+ ആയി മാറാണ് ചെയ്യുന്നത് അല്ലെ. പെർമാംഗനേറ്റ് Mn2+ ആയി മാറുന്നു. അപ്പൊ +7 പെർമാംഗനേറ്റ് +2 വരുന്നു, 5 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തുകൊണ്ട്. ഓക്കെ, ഓക്സലേറ്റ് എന്ന് പറയുന്ന ആള് +4 സോറി +3 കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടാവും. അത് +4 വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഓക്സിഡേഷനും റിഡക്ഷൻ ഹാഫ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പെർമാംഗനേറ്റ് Mn2+ ആയി മാറുന്ന സമയത്ത് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് വാട്ട് അയാൾക്ക് പെർമാംഗനേറ്റ് Mn2+ ആയി മാറുന്ന സമയത്ത് അയാൾക്ക് റിഡക്ഷൻ നടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു മാംഗനീസ് ആണ്, റൈറ്റ് സൈഡിൽ ഒരു മാംഗനീസ് ആണ്. സോ നമ്പർ ഓൾറെഡി സെയിം ആണ്. റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ ഗെയിനിങ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. +7 +2 വരുമ്പോൾ 5 ഇലക്ട്രോൺ ആണ് ഗെയിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മാംഗനീസേ ഉള്ളൂ. സോ ദ ഗെയിൻഡ് ഇലക്ട്രോൺ ഈസ് വാട്ട് 5. +3 നിന്നും +4 ഓക്സിഡൈസ് ചെയ്യുന്ന കാർബണെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 2 കാർബണും റൈറ്റ് സൈഡിൽ 1 കാർബണാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2ഉം 1ഉം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 2 2 2 ആയിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ 2 ഇട്ടു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്തെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്തെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആണ്, +3 നിൽക്കുന്ന ഒരു കാർബൺ +4 പോവുകയാണെങ്കിൽ 1 ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, ലോസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള 2 കാർബൺ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഇൻറ്റു 2, സോ ദാറ്റ് വിൽ ബി വാട്ട് 2 ഇലക്ട്രോൺ. റെഡി, 2 ഇലക്ട്രോൺ. അപ്പൊ 2 ഇലക്ട്രോൺ ലോസ് ചെയ്തു, 5 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അങ്ങനെ ഒരു പ്രോസസ് നടക്കാൻ പാടില്ല. ലോസ് ചെയ്ത് എന്തോരം ഉണ്ടോ അത്ര തന്നെ എന്ത് ചെയ്യണം, ഗെയിൻ ചെയ്യണം. അപ്പൊ 5 ഇലക്ട്രോൺ ലോസ് ചെയ്ത ആളും 5 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ആളും 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത ആളും ഒരേപോലെ ആയി മാറണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ 5നെയും 2നെയും ഒരേ നമ്പറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 5നെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് 2 ആയി, ഇതും എന്തായി, 2 ആയി. 2നെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് 5 ആയി, ഇവിടെ ഒരു 5 മൾട്ടിപ്ലൈഡ് ആയി. അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ റിയാക്ഷൻ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ, 2MnO4 മൈനസ് പ്ലസ് 5C2O4 മൈനസ്, ഓക്കെ, 5C2O4 മൈനസ്, ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം, ഓക്കെ, 5C2O4 മൈനസ് ഗീവ്സ് 2Mn2 പ്ലസ് ആദ്യം ഞാനൊരു 2 ഇട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനൊരു 5 കൂടെ ഇട്ടു, 2ഉം 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10CO2 ആയി മാറിയിട്ടുണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്യണം, മീഡിയം നോക്കിയിട്ട് H+ഉം വാട്ടറും കൂടെ ബാലൻസ് ചെയ്യണം, എന്നാലേ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ H+ഉം വാട്ടർ എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ എക്സസ് ആയിട്ടുള്ള ഓക്സിജന്റെ അളവ് എന്ത് ചെയ്യാൻ പോവാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2MnO4 എന്ന് പറയുമ്പോൾ 8 ഓക്സിജൻ ഉണ്ട്, 5C2O4 എന്ന് പറയുമ്പോൾ 20 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 28 ഓക്സിജൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ 10 CO2ൻ്റെ അകത്ത് 20 ഓക്സിജൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 8 ഓക്സിജന്റെ കുറവ് എവിടെ ഉണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. ആ 8 ഓക്സിജന്റെ കുറവിനെ ഞാൻ 8 വാട്ടർ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു അല്ലേ. ഓക്സിജന്റെ എണ്ണം നോക്കുക, എവിടെയാണോ കുറവുള്ളത് അവിടെ വാട്ടർ ആയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഹൈഡ്രജൻ എണ്ണം നോക്കുക. ഇനി ഞാനിവിടെ ഹൈഡ്രജൻ എണ്ണം നോക്കുമ്പോൾ ഞാൻ 8 H2O കൊടുത്തതിൻ്റെ അകത്ത് 16 ഹൈഡ്രജൻ ഉണ്ട്. അസിഡിക് മീഡിയം ആയതുകൊണ്ട് അത് H+ന്റെ രൂപത്തിൽ ബാലൻസ് ചെയ്യുക. അപ്പോൾ 16 ഹൈഡ്രജൻ റൈറ്റ് സൈഡിൽ കൂടിയതിന് ഞാൻ ലെഫ്റ്റ് സൈഡിൽ 16 H+ കൊടുത്ത് ബാലൻസ് ചെയ്യാണ്. ബാലൻസിങ്ങിന്റെ മെത്തേഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ കോഎഫിഷ്യൻസ് ഓരോരുത്തരുടെയും ചോദിച്ചിട്ടുണ്ട്, MnO4ന്റെ, C2O4ന്റെ, H+ന്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് സിംപ്ലി 2, 5, 16 എന്നുള്ള രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഐ വിൽ പ്രിഫർ ദ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, മുന്നോട്ടേക്ക് പോവാം. അടുത്തായിട്ട് നമുക്കൊരു ഒരു 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 കോംപ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷന്റെ റിവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ബാലൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നു നോക്കിയോ, IO3 മൈനസും I മൈനസും കൂടെ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു, I2 ആയിട്ട് മാറുന്നു. എനിക്ക് H+ഓ വാട്ടറോ ഇതിനൊന്നും എന്തില്ല, ആവശ്യമില്ല. ഓക്കെ, ഈ ആളുകളെ മാത്രം മതി. റെഡി? ഇതിൽ ABCD ആരാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ, ആദ്യം ഇവിടെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ ചേഞ്ച്, അയഡിൻ ആണല്ലോ ഇൻവോൾവ് ചെയ്യുന്നത്, അതിന്റെ ചേഞ്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അയഡിൻ ഇവിടെ എന്തിലാണ് നിൽക്കുന്നത്, +5, ഇവിടെ എന്തിലാണ് നിൽക്കുന്നത്, -1, ഇവിടെ എന്തിലാണ് നിൽക്കുന്നത്, 0. ഓക്കെ, ഇനി ഇവിടെ എന്തോരം ലോസ് ചെയ്തു, എന്തോരം ഗെയിൻ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പോൾ +5 നിൽക്കുന്ന അയഡിൻ 0ലേക്ക് വരുന്ന സമയത്ത് 5 ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഗെയിൻ ചെയ്തിട്ടുണ്ട്. -1 നിൽക്കുന്ന അയഡിൻ 0ലേക്ക് വരുന്ന സമയത്ത് 1 ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്, ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 1 ഇലക്ട്രോൺ ലോസ് ചെയ്ത അയഡിനെ 5 ഇലക്ട്രോൺ ലോസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ 5 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ലെഫ്റ്റ് സൈഡിൽ 6 എന്ത് കിട്ടും, അയഡിൻ കിട്ടും. അപ്പൊ റൈറ്റ് സൈഡിലും 6 അയഡിൻ ആവുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ 3 I2 കിട്ടും. ഇനി എനിക്ക് മീഡിയം നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ബാലൻസ് ചെയ്താൽ മതി. അപ്പോൾ എക്സസ് ഓക്സിജൻ ഞാൻ നോക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ 3 ഓക്സിജൻ എക്സസ് ആണ്. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ 3 H2O കൊടുത്തു. അപ്പോൾ 6 H+, 6 ഹൈഡ്രജൻ റൈറ്റ് സൈഡിൽ എക്സസ് ആകുന്ന പോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അസിഡിക് മീഡിയം ആയതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ 6 H+ 6 ഹൈഡ്രജൻ അധികമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ 6 H+ കൊടുത്തു. സോ ദിസ് വിൽ ബി മൈ ബാലൻസ് റിയാക്ഷൻ. അപ്പോൾ ABCD ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് A, ഇതാണ് B, ഇതാണ് C, ഇതാണ് C, ഇതാണ് D. അപ്പോൾ 5, 6, 3, 3 എന്നുള്ള രൂപത്തിലായിരിക്കും ആൻസർ വരുന്നുണ്ടാവും അല്ലേ. 5, 6, 3, 3. റെഡി? മുന്നോട്ടേക്ക് പോവാം. The number of mole of KMnO4 reduced by 1 mole of Ki in alkaline medium. അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എത്ര മോൾ KMnO4 ആണ് 1 മോൾ Ki? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ റിയാക്ഷൻ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ പോകുന്നത്, MnO4 അല്ലേ. KMnO4ന്റെ അകത്ത് നിന്ന് ആരെടുത്തു, MnO4 മൈനസിന് എടുത്തു. Ki-ന്റെ അകത്ത് നിന്ന് ആരെടുത്തു, I മൈനസിന് എടുത്തു. ആൽക്കലൈൻ മീഡിയം എന്ന് അവർ പറഞ്ഞുകൊണ്ട് MnO4 മൈനസ് എനിക്ക് അറിയാം അത് MnO2 ആണ് ആകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. I മൈനസ് എനിക്ക് അറിയാം അത് എന്തായിട്ട് മാറും, IO3 മൈനസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ സ്കെൽട്ടൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് ബാലൻസ് ചെയ്യണം. MnO4 മൈനസ് MnO2 ആയി മാറുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ +7 ആള് എന്തിലേക്ക് വന്നു, +4ലേക്ക് വന്നു. അപ്പോൾ അവിടെ ലോസ് ആണോ ഗെയിൻ ആണോ, ഗെയിൻ ആണ് സംഭവിക്കുന്നത്. ആർക്ക്, മാംഗനീസ്. എത്രയാണ് ഗെയിൻ സംഭവിക്കണേ, ലെഫ്റ്റിലും റൈറ്റിലും ഓരോ മാംഗനീസ് ആണ്. അതുകൊണ്ട് 3 ഇലക്ട്രോണിന്റെ ഗെയിൻ ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. -1 അയഡിൻ എന്തിലേക്ക് വരുന്നു, +5ലേക്ക് വരുന്നു. -1 to +5 എന്ന് പറയുമ്പോൾ 6 ആണ് ലോസ് അല്ലേ. എത്രയാണ് ലോസ്, 6. അപ്പോൾ 3 ഇലക്ട്രോണിനെ നേടി 6 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അങ്ങനെ ഒരു ഏർപ്പാട് നടക്കില്ല എന്നറിയാം. 3നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2നെ 6 ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ 2ഉം ഈ 2ഉം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആയി. ഇത്രയും മതി ഇക്വേഷൻ കണക്ട് ചെയ്യാനായിട്ട്. നമുക്കിവിടെ H+, OH- വാട്ടറോ H+ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കാരണം
ഏത് ക്വസ്റ്റ്യനിലാണോ എച്ച് പ്ലസും OH മൈനസും വാട്ടർ ഇൻവോൾവ് ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ബാലൻസ് ചെയ്താൽ മതി. കോയഫിഷ്യന്റ് ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ നിങ്ങൾ സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ മക്കളെ നോക്ക്, രണ്ട് മോൾ MnO4 മൈനസിന് 2 മോൾ പെർമാംഗനേറ്റിന് 1 മോൾ എന്തെന്ന് മനസ്സിലായി, I മൈനസ് മനസ്സിലായി അല്ലേ. അപ്പൊ 2 മോൾ KMnO4ന് 1 മോൾ K ആണെന്ന് മനസ്സിലായി. നമ്മളോട് ചോദിച്ചത് 1 മോൾ KIക്ക് എത്ര വേണം എന്നുള്ളതാണ്. 2 അല്ലേ. 1 മോൾ KIക്ക് എത്ര മോൾ പെർമാംഗനേറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലിയർ ഫ്രം ദ ഇക്വേഷൻ, ഇറ്റ് ഈസ് 2. റെഡി, മുന്നോട്ടേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ. 1 മോൾ ഓഫ് ഹൈഡ്രസീൻ അല്ലേ, ഹൈഡ്രസീൻ ഉണ്ട് N2H4. 1 മോൾ ഹൈഡ്രസീൻ 10 മോൾ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു, വിട്ടുകൊടുത്തു. 10 മോൾ ഇലക്ട്രോണെ ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഹൈഡ്രസീൻ എന്ന് പറയുന്ന ആള് ഏത് ഓക്സിജൻ സ്റ്റേറ്റിലുള്ള 4 ഹൈഡ്രജൻ +4 ആണെങ്കിൽ 2 നൈഡ്രജൻ -4 ആവണം. അപ്പോൾ 1 നൈഡ്രജൻ -2 ആയിരിക്കും. -2 ൽ നിന്നും 10 മോൾ ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 2 നൈഡ്രജനും കൂടിയാണ് 10 മോൾ ഇലക്ട്രോൺ എന്ത് ചെയ്തത്, ലോസ് ചെയ്തത്. അപ്പോൾ 1 നൈഡ്രജൻ ലോസ് ചെയ്യേണ്ടത് ആക്ച്വലി 10 മോൾ ഇലക്ട്രോൺ 2 നൈഡ്രജൻ ആണ് ലോസ് ചെയ്തത്. അപ്പോൾ ഇലക്ട്രോൺ ലോസ്റ്റ് ബൈ 1 നൈഡ്രജൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ -2 ൽ നിന്നും 5 ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും -2 ൽ 5 ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻ +3, റൈറ്റ്. +3ലായിരിക്കും നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, ഫൈൻ. അസ്യൂം ദാറ്റ് ഓൾ നൈഡ്രജൻ അപ്പിയർ ഇൻ ദ ന്യൂ കോമ്പൗണ്ട്. ഇവിടെയുള്ള എല്ലാ നൈഡ്രജനും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ശരി, എല്ലാ നൈഡ്രജനും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയ കോമ്പൗണ്ടിലെ N2 +3ലേക്ക് എത്തിച്ചു. കാരണം 10 മോളാണ് ലോസ് ചെയ്ത് മനസ്സിലായി. അതിൽ ഒരാൾക്ക് 5 ആണ് ലോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ -2ലുള്ള ആൾ 5 ലോസ് ചെയ്താൽ -2 ന്ന് -1 ആവണം, -1 0 ആവണം, 0 +1 ആവണം, +1 +2 ആവണം, +2 +3 ആവണം. റെഡി, അപ്പോൾ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റിൻ്റെ ആൻസറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാട്ട് ഇസ് ന്യൂ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഓഫ് നൈഡ്രജൻ ഇൻ Y? Yയിലേക്ക് എത്തുന്ന സമയത്ത് എത്രയായി മാറിയിട്ടുണ്ടാവും, +3 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഈസി. മുന്നോട്ടേക്ക് പോവാം. ദിസ് ഇസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മാംഗനേറ്റ് എന്ന് പറയുന്ന ആൾ ആര്, MnO4 2- മാംഗനേറ്റ്. അത് ന്യൂട്രൽ മീഡിയത്തിൽ എന്ത് ചെയ്യുന്നു, ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നത് റിയാക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് പെർമാംഗനേറ്റും MnO2 ആയിട്ടാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുക. നിങ്ങൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് ഈ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പറേഷൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ ഓഫ് മാംഗനേറ്റ് ടു ഗിവ്സ് പെർമാംഗനേറ്റ് എന്നുള്ള രൂപത്തിൽ ഇലക്ട്രോലിറ്റിക് പറയുന്നുണ്ട്. ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ, സോറി, ഡിസ്പ്രപ്പോർഷൻ ഇൻ അസിഡിക് മീഡിയം എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ Mn2O7ഉം MnO2 എന്നുള്ള ഒരു കോമ്പിനേഷൻ എടുക്കരുത്. MnO4 - MnO2 എന്നുള്ള കോമ്പിനേഷൻ എടുക്കണം. അതിനുവേണ്ട അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. അത് എടുത്ത് മാത്രം പോരാ, ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അല്ലേ. ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ +6 ആണ്, ഇവിടെ +7 ആണ്, ഇവിടെ എന്താണ് +4 ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ എത്രയാ ലോസ് ആയിട്ടുള്ളത്, 1 ഇലക്ട്രോൺ ലോസ് ആയിട്ടുണ്ട്. എത്രയാ ഗെയിൻ ആയിട്ടുള്ളത്, 2 ഇലക്ട്രോൺ ഗെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ലോസ് ചെയ്ത് അത് 1ഉം ഗെയിൻ ചെയ്ത് 2ഉം ആയതുകൊണ്ട് തന്നെ ലോസ് ചെയ്ത ആളെ കൊണ്ട് നമ്മൾ 2 ലോസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ആ 2 ഞാൻ ഇവിടെ ഇട്ടു. അപ്പോൾ ടോട്ടൽ റൈറ്റ് സൈഡിൽ 3 മാംഗനീസ് ആയി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 3 മാംഗനീസ് ആവണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. എങ്ങനെ 3 മോൾ അല്ലേ, 3 മോൾ മാംഗനേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ, ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുമ്പോൾ 2 മോൾ ആരുണ്ടാവും, 2 മോൾ പെർമാംഗനേറ്റ് ഉണ്ടാവും. 1 മോൾ ആരുണ്ടാവും മക്കളെ, MnO2 ഉണ്ടാവും. പക്ഷെ നമ്മളോട് ചോദിച്ചത് 1 മോളിന് എത്രയാന്നുള്ളതാണ്. 1 മോളിന് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ യു ഹാവ് ടു ഡിവൈഡ് വിത്ത് 3 അല്ലേ. എല്ലാം കൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എല്ലാം കൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി 2/3 ആൻഡ് ദിസ് വിൽ ബി 1/3. ഓക്കെ, 2/3 മോൾ പെർമാംഗനേറ്റും 1/3 മോൾ MnO2 എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് സം ബേസിക് കൺസെപ്റ്റ് കണ്ടു. സെക്കൻഡ് പാർട്ടിൽ റിഡോക്സ് റിയാക്ഷൻ്റെ വളരെ പ്രധാനപ്പെട്ട കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംവോട്ട് ബാലൻസിങ്. അപ്പം നമ്മുടെ 2 പാർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് റിവിഷൻ സീരീസ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. സോ താങ്ക് യു.